നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഞെട്ടിക്കുന്ന പ്രകടനമാണ് ഇപ്പോൾ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവില്ലല്ലോ. മൂന്നാം സ്ഥാനത്ത് അവരിപ്പോഴുണ്ട്. ഇന്നലെയും അവർ ടോട്ടനാമിനെ പോലൊരു വമ്പൻ ടീമിന് പണി കൊടുക്കുന്ന കാഴ്ച കണ്ടു. അവരുടെ കുതിപ്പിന് പുറകിൽ ബാക്ക് ലൈനിൽ ഒരു ബ്രസീലിയൻ സാന്നിധ്യമുണ്ട്. വളരെ പ്രധാനപ്പെട്ട റോളിൽ മുറിയില്ലോ. ഇന്നലത്തെ കളിയുടെ കണക്കെടുത്ത് നോക്കിയാൽ അദ്ദേഹം ഇന്നലെ ഗ്രൗണ്ട് ഡ്യുവൽസ് 9 എണ്ണത്തിൽ 6 വിജയിച്ചു. ഏരിയൽ ഡ്യുവൽസ് 1 നടത്തി, അത് വിജയിച്ചു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹം ഷോട്ടുകൾ തടഞ്ഞിട്ടത് 3 എണ്ണമാണ്. 3 ഷോട്ടുകൾ അദ്ദേഹം ബ്ലോക്ക് ചെയ്തു. ഇൻ്റർസെപ്ഷൻസ് 1, 4 ടാക്കിളുകൾ അദ്ദേഹം നടത്തുകയുണ്ടായി. അങ്ങനെ മിന്നും പ്രകടനമാണ് അദ്ദേഹം ഡിഫൻസിൽ നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഇന്നലത്തെ കളിയുടെ കണക്കുകൾ 16 ഡിഫൻസീവ് ആക്ഷൻസ്, ഗെയിമിൽ ഏറ്റവും അധികം ഡിഫൻസീവ് ആക്ഷൻസ് അദ്ദേഹത്തിൻ്റേതായിരുന്നു. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഈ സീസണിലെ മൊത്തം പ്രകടനം ഒന്ന് എടുത്തു നോക്കുക. 2024 സീസണല്ല, ഈ വർഷം മൊത്തം എടുത്തു നോക്കുക. ടോപ്പ് 5 യൂറോപ്യൻ ലീഗിൽ ഏറ്റവും അധികം ഡിഫൻസീവ് ആക്ഷൻസ് ഈ വർഷം പെർഫോം ചെയ്തിട്ടുള്ളത് മുറില്ലോയാണ്. 40 മത്സരങ്ങൾ, അദ്ദേഹത്തിൻ്റെ വക ഒരു ഗോളും ഒരു അസിസ്റ്റുമുണ്ട്. 75% ഡ്രിബിളിംഗ് ആക്യുറസി അദ്ദേഹത്തിൻ്റേതായിട്ട്. 382 ഡിഫൻസീവ് ആക്ഷൻസ് അദ്ദേഹം ഈ വർഷം നടത്തിയിട്ടുണ്ട്. 233 ടാക്കിളുകൾ, 60 തവണ എതിരാളികളിൽ നിന്ന് അദ്ദേഹം പന്തെടുത്തിട്ടുണ്ട്. 44 ഷോട്ടുകൾ അദ്ദേഹം ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മിന്നും പ്രകടനമാണ് നിലവിൽ മുറിയില്ലോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബ്രസീലിൻ്റെ ഡിഫൻസിന് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ആശ്രയിക്കാവുന്ന ഒരു താരമാണ് മുറിയില്ലോ എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. ചെറിയ പ്രായമാണ്, 22 വയസ്സേ താരത്തിനുള്ളൂ. ഓൾറെഡി ഒരു തവണ ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് കോച്ച് അദ്ദേഹത്തെ വിളിച്ചിരുന്നു നവംബർ മാസത്തിലെ ബ്രസീലിൻ്റെ മത്സരങ്ങൾക്ക്. പക്ഷേ ഇതുവരെ സീനിയർ ടീമിൽ അദ്ദേഹം കളിച്ചിട്ടില്ല. ഇനി പക്ഷേ അധികം വൈകാതെ ആ അവസരം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.